our respected chair, our lovable DG, സുഷ്മ നന്ദകുമാർജി, വരാനിരിക്കുന്ന ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരാനിരിക്കുന്ന അവർ പ്രൈഡ്, അവർ ഇൻ്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ, our successful district governor George Moroli sir, bold and iron man first VDG elect Tony Enokaran, PMCC ഇന്നത്തെ ഫാക്കൽറ്റി റോയ് വർഗീസ്, മറ്റൊരു ഫാക്കൽറ്റീസ് PMCC ഫ്രം തമിഴ്നാടു രഘുവരൻജി. അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു തുടങ്ങാം. ലോകത്തിലെ ഏറ്റവും നല്ല ഗവർണർ, അങ്ങനെ ഒരു സമ്മാനമുണ്ട്. ഇപ്പോൾ 800 താഴെ അല്ലേ ഗവർണർമാർ, 700 ചില ഗവർണർമാരുണ്ട് ലോകത്തിൽ. അതിൽ ഏറ്റവും മികച്ച ഗവർണറായി തൻ്റെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അതിവിശിഷ്ട വ്യക്തിത്വമായ രഘുവരൻ സാറാണ് നിങ്ങൾക്കിന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള രണ്ടാമത്തെ ഫാക്കൽറ്റി. കോർ കമ്മിറ്റി ടീം, RC ZC district coordinators and today's star, the PSTs. നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യമായി നിങ്ങൾ നൽകിയ, നിങ്ങളുടെ ക്ലബ്ബ് നൽകിയ അതിഗംഭീരമായ സഹകരണത്തിനും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും അതിഗംഭീരമായ വിജയം സമ്മാനിച്ചുകൊണ്ട് ഈ വലിയ പദവിയിലേക്ക് എന്നെ ഉയർത്തിയ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയട്ടെ. ഒരു ആഴ്ച മുമ്പ് ഡിസ്ട്രിക്റ്റിൻ്റെ അല്ല, ഓൾ ഇന്ത്യ ലെവലിൽ DG ടീമിന് 4 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങളെ ഈ PST ക്ലാസ് പോലെ തന്നെ ഇന്ത്യയിലെ 79ഓളം വരുന്ന സെക്കൻഡ് VDG, DG, നമ്മുടെ സുഷ്മ മേഡവും ടോണിയും മൊറോലി മാഷും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത്, എനിക്ക് ഈ ലയൺ പ്രസ്ഥാനത്തിനെ കുറിച്ച് ഏകദേശം ഒരു 75% അറിയാവുന്ന ഒരാളെന്നുള്ള ഒരു അഭിമാനത്തോടു കൂടിയായിരുന്നു ഞാൻ ആ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചത്. ആ ക്ലാസ്സുകൾ 24 ക്ലാസ്സുകളുണ്ടായിരുന്നു. വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ആ ക്ലാസ്സുകൾ ഓരോന്ന് കഴിയുമ്പോഴും ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു ചെറിയ ശിശുവാണ് ലയണസിൽ നിന്ന്. എനിക്ക് പഠിക്കാനായിട്ട് ഇനിയും 75% ഉണ്ട് എന്നാണ് ഞാനന്ന് മനസ്സിലാക്കിയത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ധാരണ, ഞാൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഞാനിതൊക്കെ എത്ര കേട്ടിരിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശരിയായ ശക്തി, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡിൻ്റെ പ്രതിനിധികളാണെന്നുള്ള അഭിമാനം, ആ അഭിമാനമാണ് നിങ്ങളെല്ലാവരും സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ഇവിടെ നിന്ന് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സ്പാർക്കുകളും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്താനായിട്ട്, മൂല്യമുയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ബ്രാൻഡായ ലയൺസ് പ്രസ്ഥാനം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ട്രസ്റ്റായ ലയൺസ് LCIF, അതിൻ്റെ ടെസ്റ്റ് വൃത്തി, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റീസ്, അതിൻ്റെ വിശ്വസ്തത, അതിൻ്റെ മികവ്, അതിൻ്റെ ക്ലാരിറ്റി, അതെല്ലാം നിങ്ങളിൽ നിക്ഷിപ്തമാണ്. ഓരോ നേതാവിലും നിക്ഷിപ്തമാണ്. ചില ആളുകൾ പറയാറുണ്ട്, അത്
ചില ആളുകൾക്ക് ലയൻ പ്രസ്ഥാനത്തിനോട് അല്ല സ്നേഹം. നമ്മൾ സ്നേഹിക്കേണ്ടത് ആദ്യം ഈ പ്രസ്ഥാനത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ പ്രസ്ഥാനത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില വ്യക്തിത്വങ്ങളുടെ പ്രവർത്തനങ്ങൾ, ചില നേതാക്കന്മാരുടെ നടപടിക്രമങ്ങൾ, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തെ കുറ്റം പറയാറുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിന് യാതൊരു കേടുമില്ല. കേടുള്ളത് നമുക്ക് ഓരോരുത്തർക്കാണ്. ലോകത്തിൽ 7,000 കോടി രൂപയുടെ സേവനം താഴ്ത്തട്ടിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ട്രസ്റ്റ്. ഞാനൊരു ചെറിയ ഉദാഹരണോട് പറയാം. അന്ന് ക്ലാസ് അവസാനിക്കുന്ന ദിവസം ഇതേപോലെ ഇരിക്കുന്ന ഈ വലിയ 300ഓളം പേരിരിക്കുന്ന ഹാളിൽ വെറുതെ AP സിംഗ് പറഞ്ഞു, നമുക്ക് കുറച്ച് പോരായുണ്ട് LCFന്, നിങ്ങളെല്ലാവരും ഒന്ന് കൈ പൊക്കി കുറച്ച് സംഭാവന തരണമെന്ന്. കൈ പൊക്കിയപ്പോൾ കിട്ടിയത് ടീച്ചർ അടക്കം നൽകിയ, അല്ലെങ്കിൽ ടോണി അടക്കം നൽകിയ, അല്ലെങ്കിൽ മാഷടക്കം നൽകിയ സംഭാവനകൾ കൂട്ടി നോക്കിയപ്പോൾ അത് 32 കോടി രൂപയായിരുന്നു. 32 കോടി രൂപ. അപ്പം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും ഐക്യവുമൊക്കെ അത് ഗംഭീരമാണ്, അത് വിശുലമാണ്, അത് ഗംഭീരമാണ്. നമുക്കെല്ലാവർക്കും അതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇന്ന് കിട്ടുന്ന ഇതിനാരും തന്നെ ഞങ്ങളുടെ ക്ലാസ് ഞാൻ ആരും മുമ്പ് കേട്ടിട്ടുണ്ട്, 1 മിനിറ്റ് നേരം വൈകിയാൽ കേട്ടില്ല. സത്യമായിരുന്നു, 1 മിനിറ്റ് കയറിയാൽ കേട്ടില്ല. കൃത്യമായ ക്ലാസ്. ഒരാൾ പോലും ഫെല്ലോഷിപ്പ് കഴിച്ച് ഈ മീറ്റിങ്ങിനുള്ളിൽ കയറരുത്. ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി 5 ദിവസം ഉണ്ടായിരുന്നില്ല. നമ്മൾ പലരും ഫെല്ലോഷിപ്പ് എന്ന് പറയുന്ന കാര്യം അതിൻ്റെ ഒരു മേജർ പാർട്ടായി കാറ്റുവെക്കാറുണ്ട്. ഈ 5 ദിവസവും ഫെല്ലോഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഉദ്ദേശശുദ്ധി ഇവിടെ നിന്നും കിട്ടേണ്ട അറിവുകളുടെ ഒരു അഗ്നികുണ്ഡം അതാണ്. അത് തരാനായിട്ട് ശക്തമായ ഫാക്കൽറ്റീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ആ ഫാക്കൽറ്റീസ് നിങ്ങൾ 100% ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 2 ഡ്യൂട്ടിയാണുള്ളത്. ഒരു സെക്കൻഡ് VDGക്ക് ചെയ്യാനായിട്ടുള്ള എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒരുപാട് അറിവുകളിൽ നിന്നും അതിനെ 2ആക്കി ചുരുക്കിയപ്പോൾ അതിലൊന്ന് മെമ്പേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. ഒരു സെക്കൻഡ് VDG ചെയ്യേണ്ട ജോലിയാണ് മെമ്പേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. മെമ്പേഴ്സ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു, എല്ലാ കാര്യങ്ങളും പെട്ടു. അപ്പോൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനും ഇല്ലായ്മ സംഭവിക്കുന്ന ഏത് കാര്യം വന്നാലും സെക്കൻഡ് VDGയെ ബന്ധപ്പെടാം. അതുമായി ബന്ധപ്പെട്ടത് സെക്കൻഡ് VDGക്ക് നൽകാവുന്ന ആശ്വാസം നൽകാം. രണ്ടാമത്തത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട കഴിവുകൾ, അറിവുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള യത്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിലും കൃത്യമായ പങ്ക് വഹിക്കണമെന്നാണ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും എനിക്ക് ലഭിച്ച 2 പാഠങ്ങൾ. ഈ 2 പാഠങ്ങളിലും നിങ്ങളോടൊപ്പം ശക്തമായിട്ട് ഞാനുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഇന്നത്തെ ഈ പരിപാടി അതിഗംഭീരമായി സംഘടിപ്പിച്ച GLT, GST, GMT ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ലയനിസം.